ഞാനുമായി കുട്ടിക്കാലം മുതൽ തീരുമാനിച്ച കല്യാണം വേണ്ടാന്ന് വെച്ചിട്ടാ പ്രിയൻചേട്ടൻ നിന്നെ തെരഞ്ഞെടുത്തത്. നീ കാരണം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയൻചേട്ടനെ വേണ്ടാന്ന് വെക്കാൻ നിനക്ക് എന്ത് കാരണമാണ് ഉള്ളതെന്ന് അറിയാനുള്ള അവകാശം മറ്റാരെക്കാളും എനിക്കുണ്ട്. എനിക്ക് പോണം. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം. ഞാനിങ്ങോട്ട് വെറുതെ വന്നതല്ല. എന്നെ ഒരാൾ വരുത്തിയതാ, അതും ഒരു ഊമക്കത്തെഴുതി. ഇതിലെന്താ എഴുതിയിരിക്കുന്നെന്ന് കണ്ടില്ലേ? പ്രിയൻചേട്ടനുമായുള്ള കല്യാണം മുടങ്ങിയതിനു ശേഷം ആ വീടിന്റെ പടി ചവിട്ടില്ലാന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ കത്ത് എഴുതിയ ആളെ കണ്ടുപിടിക്കാൻ ഞാൻ ആ തീരുമാനം മാറ്റി. ഇതാരാ എഴുതിയത്? എനിക്കറിയില്ല. ഇങ്ങനെ എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവും? നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടി ആരോ എന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. ആര് വിളിച്ചിട്ടാണെങ്കിലും തുളസി ഇപ്പൊ ഇവിടെ വന്നില്ലേ? ഞാൻ പ്രിയൻചേട്ടന്റെ ജീവിതത്തിലേക്ക് പാതിയിൽ കയറി വന്നവളാ. അദ്ദേഹത്തിന് വേണ്ടി കുട്ടിക്കാലം മുതൽ കാത്തിരുന്നത് തുളസിയാ. പ്രിയൻചേട്ടന്റെ അമ്മയ്ക്കും നീ മരുമകളായിട്ട് വരണമെന്ന ആഗ്രഹം. നിങ്ങളുടെയൊക്കെ ജീവിതം ഞാൻ കാരണം അവതാളത്തിലാവുകയാ ചെയ്തത്. ഞാൻ ഒഴിഞ്ഞു മാറിയ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. എന്തൊരു വിശാല മനസ്കഥ! സ്നേഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യാനുള്ള പരിപാടിയാണോ? പ്രിയൻചേട്ടനെ പ്രേമിക്കുമ്പോ നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാമായിരുന്നില്ലേ? അപ്പൊ തോന്നാത്ത കുറ്റബോധം എങ്ങനെ ഇപ്പൊ വന്നത്? പ്രിയൻചേട്ടന്റെ ജീവിതത്തില് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ജാതകം നോക്കിയപ്പോ 3 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്ന് ജോത്സ്യം പറഞ്ഞു. എനിക്ക് അതിനെന്തായാലും കഴിയില്ല. ദൈവം ഞങ്ങൾ ഒരുമിക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചത് എന്നാ എനിക്ക് തോന്നുന്നത്. നീയും പ്രിയൻചേട്ടനും ഒന്നിക്കണം എന്നായിരിക്കും ദൈവനിശ്ചയം. ഓ, അപ്പോ ഞാൻ പ്രിയൻചേട്ടന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരാൻ കാരണക്കാരി നീയാണല്ലേ? നീ പറയുന്ന കേട്ടാ ഈ കത്തെഴുതിയത് നീയാണെന്ന് തോന്നുമല്ലോ. ഞാനോ? ഞാനൊന്നും അല്ലാതെ എഴുതിയത്. അതാരെഴുതിയതാണെങ്കിലും നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വിധിയാ. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് നൽകാം. ഞാനിനി പ്രിയൻചേട്ടന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല.